ഡേറ്റാബേസ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് യൂസേഴ്സ്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് യൂസേഴ്സ് ഉണ്ടെന്നും പിന്നെന്താണ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്താണെന്നുള്ള കാര്യമൊക്കെ ആയിരുന്നു പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേറ്റാബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റാസിൻ്റെ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെയിൻലി 3 ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചറാണുള്ളത്. സ്ട്രക്ചേർഡ് ഡേറ്റ, സെമി സ്ട്രക്ചേർഡ് ഡേറ്റ, ദെൻ ലാസ്റ്റ് വൺ അൺസ്ട്രക്ചേർഡ് ഡേറ്റ. അതായത് ഡേറ്റയുടെ സ്ട്രക്ചർ. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ഡേറ്റേൻ്റെ വേ ഓഫ് ഓർഗനൈസേഷൻ, എങ്ങനെയാണ് ഡേറ്റേനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഡേറ്റാബേസിൽ അപ്പോൾ മെയിൻലി 3 ടൈപ്പ് ഉണ്ട്: സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്. ഓക്കെ, സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം, ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിലായിരിക്കും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിലായിരിക്കും ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ടേബിൾ ഫോർമാറ്റിലായിരിക്കും ഇതിനകത്ത് ഡേറ്റാസിനെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ അലൈൻമെൻറ്റിൽ ഓർ റോസ് ആൻഡ് കോളംസ് ആയിട്ടായിരിക്കും, ടേബിൾ ഫോർമാറ്റിലായിരിക്കും നമ്മളുടെ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിലായിരിക്കും നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡേറ്റേനെ ടേബിൾ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, റിലേഷണൽ ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഡേറ്റേനെ നമ്മൾ റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് മോഡലിനെയാണ് നമ്മൾ റിലേഷണൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പം സ്ട്രക്ചേർഡിനകത്ത് എന്താണ് യൂസ് ചെയ്യുന്നത്, റിലേഷണൽ ഡേറ്റ മോഡൽസ് ആയിരിക്കും സ്ട്രക്ചേർഡ് ഡേറ്റ ടൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വണ്ണാണ് അൺസ്ട്രക്ചേർഡ്. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ടേബിൾ, റോസ് ആൻഡ് കോളംസ് ഒന്നും ഇല്ല. ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഓരോ ഫോർമാറ്റിലായിരിക്കും ഡേറ്റാബേസിനകത്ത് ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നോക്ക്, ഗൂഗിളിനകത്താണെങ്കിൽ ഒരു ഫോമിലായിരിക്കും, ട്വിറ്റർ ആണെങ്കിൽ വേറൊരു ഫോർമാറ്റിലായിരിക്കും. അപ്പം അങ്ങനെ മെയിലാണെങ്കിൽ അത്, ജിമെയിൽ ആണെങ്കിൽ അത് വേറൊരു ഫോർമാറ്റിലായിരിക്കും. അപ്പം ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം ജിമെയിലിൻ്റെ ഫോർമാറ്റ് ആയിരിക്കത്തില്ല ക്രോമിനകത്ത് ഇൻഫോർമേഷൻസ് വെച്ചിരിക്കുന്നത്. അപ്പം ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ നമ്മളുടെ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് ഇരിക്കുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ആ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. അൺസ്ട്രക്ചേർഡിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എളുപ്പമായിട്ട് ഈസിയർ ടു നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിൽ നമുക്ക് എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് മെയിൽ അയക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം അറിയാം. കാര്യം അതെല്ലാം ഒരു സിംഗിൾ റെപ്രസെൻറ്റേഷൻ ഫോർമാറ്റിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതെന്ന് പറയുമ്പം ഡിഫറെൻറ്റ് ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ നമുക്ക് ഈസിയറായിട്ട് ഓരോ കാര്യങ്ങളും ഓപ്പറേഷൻസ് അതിനകത്ത് പെർഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. ദെൻ ലാസ്റ്റാണ് സെമി സ്ട്രക്ചേർഡ് ഡേറ്റ. സെമി സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റാസ് പ്രീ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതായത് നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ വരുന്ന ഡേറ്റേനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDF, എക്സൽ, പവർ പോയിൻറ്റ്, അപ്പം അതൊക്കെ ഓരോരോ വേർഡ്, അപ്പം അതൊക്കെ ഓരോരോ ആപ്ലിക്കേഷനായി. ഇപ്പോൾ ചിലത് നമ്മൾ വേർഡിലായിരിക്കും സ്റ്റോർ ചെയ്ത്, ചിലത് നമ്മൾ എക്സലിലായിരിക്കും, ചിലത് നമ്മൾ പവർ പോയിൻറ്റിലായിരിക്കും വെക്കുക. അപ്പം ഓരോന്നും ഒരു പ്രീ ഡിഫൈൻഡ് ഡേറ്റാസ് അല്ല, നമ്മൾ അപ്പോൾ വരുന്ന ഡേറ്റാസിന് നമ്മളുടെ ഇതനുസരിച്ച് എന്ത് ചെയ്ത് വെക്കും, അലൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് സെമി സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. അതാണ് ഒരു പ്രീ ഡിഫൈൻഡ് സ്ട്രക്ചറൊന്നുമില്ല, വരുന്നതിനെ ഏത് രീതിയിലാണോ നമുക്ക് അലൈൻ ചെയ്ത് വെക്കേണ്ടത് ആ ഒരു ഫോർമാറ്റിൽ നമ്മളങ്ങ് അലൈൻ ചെയ്ത് വെക്കും. ആ ടൈപ്പ് ഓഫ് ഡേറ്റാനെയാണ് സെമി സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം മെയിൻലി 3 ടൈപ്പ് ഓഫ് ഡേറ്റ ആണുള്ളത്: സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്. സ്ട്രക്ചേർഡ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടാവും, അതായത് ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ടേബിൾ ഫോർമാറ്റിലായിരിക്കും. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷനും ഓരോ പെർട്ടിക്കുലർ ഫോർമാറ്റിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, XML ആണ് അതിന് എക്സാമ്പിൾ. ദെൻ ലാസ്റ്റ് സെമി സ്ട്രക്ചേർഡ്. സെമി സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വരുന്ന ഡേറ്റാനെ ഒന്നും പ്രീ ഡിഫൈൻ ചെയ്തിട്ടില്ല, വരുന്ന മാനറിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കും, ഡേറ്റ വരുന്ന മാനറിൽ നമ്മളങ്ങ് അലൈൻ ചെയ്ത് വെക്കും. എക്സാമ്പിൾ വേർഡ്, PDF, എക്സൽ. അപ്പം അതൊക്കെ എന്താണ്, ഒരു സെമി സ്ട്രക്ചേർഡ് ഡേറ്റ ടൈപ്പിന് എക്സാമ്പിളാണ്. ക്ലിയർ ആയോ? ഇതാണ് മെയിൻലി 3 ടൈപ്പ് ഓഫ് ഡേറ്റാബേസ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്: സെമി സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, ദെൻ അൺസ്ട്രക്ചേർഡ്. അൺസ്ട്രക്ചേർഡിന് എക്സാമ്പിൾ കണ്ടോ, വേർഡ്, PDF, ടെക്സ്റ്റ്, മീഡിയ ലോഗ്സ്, എക്സെട്ര. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതിൻ്റെ ഒരു ടേബിൾ റെപ്രസെൻറ്റേഷനാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദെൻ
നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡേറ്റ മോഡൽസ്. ഓക്കെ, ഡേറ്റ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഒരു ഡേറ്റാബേസിനെ നമ്മൾ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് ഡേറ്റ മോഡൽസ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ഡേറ്റാബേസ് ഇരിക്കുന്നത്, ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഡേറ്റ മോഡൽസ്. ഓക്കെ, അപ്പോൾ മെയിൻലി 3 ടൈപ്പ് ഓഫ് ഡേറ്റ മോഡൽസ് ആണുള്ളത്. ഹയർ ലെവൽ ഓർ കൺസെപ്ച്വൽ ലെവൽ, ലോ ലെവൽ, ദെൻ ലാസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ. ഫിസിക്കൽ ലെവൽ, ദെൻ ലോ ലെവൽ, ഫിസിക്കൽ ലെവൽ, കൺസെപ്ച്വൽ ലെവൽ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ ഹയർ ലെവൽ. ഇപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഹയർ ലെവൽ, ഓക്കെ, ദെൻ ഫിസിക്കൽ ലെവൽ, ദെൻ ലാസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ ഓർ റെപ്രസെൻറ്റേഷണൽ ലെവൽ. ഓക്കെ, അങ്ങനെയാണ് കാറ്റഗറീസ് ഓഫ് ഡേറ്റ മോഡൽസ്. ഹയർ ലെവൽ ഓർ ഡേറ്റ മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസർ കാണുന്ന ടൈപ്പ് അല്ലെങ്കിൽ യൂസർ എന്താണ് കൊടുക്കുന്നത്, യൂസർ എങ്ങനെയാണ് ഒരു ഡേറ്റാബേസിനെ വ്യൂ ചെയ്യുന്നത്, അതാണ് ഹയർ ലെവൽ. അതായത് യൂസറും ഡേറ്റാബേസുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് ഹയർ ലെവലിൽ പറയുന്നത്. അപ്പം യൂസർ ഇപ്പം ഡേറ്റാബേസിൽ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് 3 ക്രൈറ്റീരിയാസ് വെച്ചിട്ടായിരിക്കും. എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, റിലേഷൻഷിപ്പ്. ഓക്കെ, ഇപ്പം എൻറ്റിറ്റീസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എൻറ്റിറ്റിയാണ്. അപ്പം സ്റ്റുഡൻറ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ടാവും. ഒരിപ്പം റിയൽ വേൾഡ്, അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, എൻറ്റിറ്റീസ് എന്ന് പറയാൻ പറ്റും. ഇപ്പം സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ആണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട് എന്താണ്, സ്റ്റുഡൻറ്റിൻ്റെ നെയിം, റോൾ നമ്പർ, ഇതൊക്കെ എന്താണ്, സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ടാണ്. സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സ്, ഇതെല്ലാം എന്താണ്, ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ഇപ്പം സ്റ്റുഡൻറ്റ്, പിന്നെ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ വേറൊരു എൻറ്റിറ്റി ആണെങ്കിൽ ടീച്ചറിൻ്റെ ആട്രിബ്യൂട്ട് എന്താണ്, ടീച്ചറിൻ്റെ ID, ടീച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഓക്കെ, ഒരു എന്താണ് ടീച്ചറിൻ്റെ ഒരു ഫോൺ നമ്പർ, അഡ്രസ്സ്, അതൊക്കെ എന്താണ് ടീച്ചറിൻ്റെ ആട്രിബ്യൂട്ടാണ്. അപ്പം ഈ സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലുള്ള റിലേഷൻ, എന്താണ്, ടീച്ചർ എന്താണ് ചെയ്യുന്നത്, ടീച്ചേഴ്സ്. ഓക്കെ, ടീച്ചർ എന്ന് പറയുന്നൊരു റിലേഷൻഷിപ്പാണ് സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലുള്ളത്. അപ്പം ഈ ഒരു മോഡലിലായിരിക്കും ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റാബേസിൽ റെപ്രസെൻ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, എൻറ്റിറ്റിയും ദെൻ ഈ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പും അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹയർ ലെവൽ ഓർ കൺസെപ്ച്വൽ ലെവലിൽ നമ്മൾ കാണുന്നത് എന്താണ്, യൂസർ എങ്ങനെ ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മെയിൻലി 3 ടൈപ്പാണ് ഡേറ്റാനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് എൻറ്റിറ്റി എന്ന് പറയുന്നത്, എൻറ്റിറ്റീനകത്ത് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ്, ദെൻ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഇത് നമ്മളൊരു ടേബിൾ ഫോർമാറ്റിലാണ് വെക്കുന്നതെങ്കിൽ അതെന്താ, സ്ട്രക്ചേർഡ് ഡേറ്റ ടൈപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഹയർ ലെവൽ, അതാണ് ഹയർ ലെവൽ ഓർ കൺസെപ്ച്വൽ ലെവൽ എന്ന് പറയുന്നത്. ലോ ലെവൽ എന്ന് പറഞ്ഞാൽ, ലോ ലെവൽ ഓർ ഫിസിക്കൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡേറ്റാസ് ആർ സ്റ്റോർഡ് ഇൻ, ഈ ഡേറ്റാസ് എല്ലാം എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എന്താണ് ഫിസിക്കൽ ഡേറ്റ അല്ലെങ്കിൽ ലോ ലെവലിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ ഡേറ്റ എല്ലാം ഏത് വേയിലാണ് ഡേറ്റാബേസിൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ അത് സ്ട്രക്ചേർഡ് ഫോമിലാവാം, അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഫോമിലാവാം, അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡ് ഫോമിലാവാം. ഏത് ഫോമിലാണ് നമ്മൾ ഡേറ്റാസ് കമ്പ്യൂട്ടറിൽ നമ്മളുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ലോ ലെവൽ ഓർ ഫിസിക്കൽ ഡേറ്റ മോഡലിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ ആക്സസ് പാത്തും നമുക്ക് സ്പെസിഫൈ ചെയ്ത് തരും. അതായത് നമുക്ക് സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ആക്സസ് പാത്തും കൂടി നമുക്ക് തരും. ദെൻ റെപ്രസെൻറ്റേഷണൽ ഓർ ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ മോഡൽ. ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ എല്ലാം എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാസ് എല്ലാം എങ്ങനെയാണ് ഡേറ്റാബേസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്, നമുക്കതിനെ ആക്സസ് ചെയ്യണ്ടേ. ആക്സസ് ചെയ്യണമെങ്കിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞാലേ അത് ആക്സസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും യൂസറിന് കാണിച്ചു കൊടുക്കത്തില്ല. എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമേ യൂസറിന് കിട്ടത്തുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് യൂസർ എന്താണ് ആദ്യത്തെ ലെവലിനകത്ത് എന്താ പറയുന്നത്, യൂസർ എങ്ങനെയാണ് ഡേറ്റാബേസിനെ കാണുന്നത്, ദെൻ രണ്ടാമത്തെ ലെവലിൽ എങ്ങനെയാണ് ഡേറ്റാസിന് അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ദെൻ മൂന്നാമത്തത് ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസ് എല്ലാം ഡേറ്റാബേസിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതാണ് ആ 3 ടൈപ്പ് ഓഫ് മോഡൽസ്. അപ്പം മെയിൻലി നമ്മൾക്ക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് വേയിലാണ് ഡേറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതെന്ന് പറയുമ്പം നെറ്റ്വർക്ക് ഉണ്ടാവും, ഹൈറാർക്കിക്കൽ ഉണ്ടാവാം, റെക്കോർഡ് ബേസ്ഡ് ഡേറ്റ ആയിരിക്കും. ഹൈറാർക്കിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെ
ഓക്കെ. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറേ സംഭവങ്ങളുണ്ട്, അതിനെല്ലാം നമ്മളിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു നെറ്റ്വർക്ക് ഫോമിൽ. അപ്പം ഇതിനകത്ത് ഏത് രീതിയിലാണ്, ഹൈറാർക്കിക്കലാണോ, നെറ്റ്വർക്കാണോ, റെക്കോർഡ് ബേസ്ഡ് ആണോ? റെക്കോർഡ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡെക്സ് പേജും ഉണ്ടാവും. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെക്കോർഡ്സിൽ ഇൻഫർമേഷൻസ് ഇങ്ങനെ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു, ഇതിനെല്ലാം അറിയാനായിട്ട് ഒരു ഇൻഡെക്സ് ഉണ്ടാവും. ഓക്കെ. അപ്പം ഏത് ഫോർമാറ്റിലാണ് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം ആ 3 ലെവൽസിനെയാണ് നമ്മൾ കാറ്റഗറീസ് ഓഫ് ഡേറ്റ മോഡൽസ് എന്ന് പറയുന്നത്. ഹയർ ലെവൽ, ലോവർ ലെവൽ, ഫിസിക്കൽ ലെവൽ, ദെൻ റെപ്രസെൻറ്റേഷൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ. ക്ലിയർ ആയോ? ദെൻ സ്കീമ, ഇൻസ്റ്റൻസ് ആൻഡ് ഡേറ്റാബേസ്. ഓക്കെ. സ്കീമ, ഇൻസ്റ്റൻസ് ആൻഡ് ഡേറ്റാബേസ്. അപ്പോൾ നേരത്തെ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ മോഡൽസ് ആണ്, കാറ്റഗറീസ് ഓഫ് ഡേറ്റ മോഡൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീമ എന്താണ്, ഇൻസ്റ്റൻറ്റ് എന്താണ്, ഡേറ്റാബേസ് സ്റ്റേറ്റുകൾ എന്താണ്. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡേറ്റാബേസ് ഈസ് കാൾഡ് ഡേറ്റാബേസ്. അതായത് ഒരു ഡേറ്റാബേസിൻ്റെ ഫുള്ള് ഡിസ്ക്രിപ്ഷൻ, എന്താണ് ഒരു ഡേറ്റാബേസ് എന്നുള്ള ഡിസ്ക്രിപ്ഷനാണ് എന്താണ് ഡേറ്റാബേസ് സ്കീമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള്, അതായത് അത് ഒരിക്കലും അൺചേഞ്ച് ചെയ്യത്തില്ല, അതായത് ചേഞ്ച് ചെയ്യത്തില്ല, ഫുള്ള് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. വിച്ച് സ്പെസിഫൈ ഡ്യൂറിങ് ദ ഡേറ്റാബേസ് ഡിസൈൻ, നോട്ട് എക്സ്പെക്റ്റഡ് ടു ചേഞ്ച് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. വൺസ് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ആ ഒരു ഡേറ്റാബേസിൻ്റെ മോഡൽ അല്ലെങ്കിൽ ഡേറ്റാബേസിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡേറ്റാബേസ് ഈസ് കാൾഡ് ഡേറ്റാബേസ് സ്കീമ. അതായത് ഡേറ്റാബേസിൻ്റെ ഫുള്ള് ഡിസ്ക്രിപ്ഷൻ, എന്താണ് ഒരു ഡേറ്റാബേസ് എന്നുള്ളതാണ് ഡേറ്റാബേസ് സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ. നമ്മളെങ്ങനെയാണ് ആ ഡേറ്റാബേസിനെ സ്കീമേനെ കാണുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കീമ ഡയഗ്രാം എന്ന് പറയുന്നത്. ഏത് ഫോർമാറ്റിലാണോ നമ്മൾ ആ സ്കീമേനെ നമ്മൾ വ്യൂ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കീമ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ. ദ ഡേറ്റ ഇൻ ഡേറ്റാബേസ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓർ മൊമെൻറ്റ് ടൈം ഈസ് കാൾഡ് ഡേറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ഡേറ്റാബേസ് ഇൻസ്റ്റൻറ്റ് എന്താണ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് അല്ലെങ്കിൽ മൊമെൻറ്റിൽ ഡേറ്റാബേസ് എങ്ങനെയാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സ്കീമ എന്താണ്, ഡേറ്റാബേസിൻ്റെ ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡേറ്റാബേസിനെയാണ് നമ്മൾ ഡേറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യത്തില്ല. വൺസ് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒരു ഡേറ്റാബേസിലെ ഡേറ്റ എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡേറ്റാബേസ് സ്കീമ. കണ്ടോ? സ്കീമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എൻറ്റിറ്റിയാണ്, സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ടാണ് ഇതെല്ലാം. കോഴ്സ് അതുപോലെ ഒരു എൻറ്റിറ്റിയാണ്, കോഴ്സിൻ്റെ ആട്രിബ്യൂട്ടെല്ലാം. സിമിലർലി ഓരോരോ ഇൻസ്റ്റൻറ്റും അതിൻ്റെ എൻറ്റിറ്റീസും അതിൻ്റെ ആട്രിബ്യൂട്ടും പറഞ്ഞിട്ടുണ്ട്. ഈ ഫുള്ള് ചേർന്നതാണ് ഒരു ഡേറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത്. ഈ സ്കീമേനെ നമ്മൾ എന്താണ്, ടേബിൾസും കോളംസും ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റാബേസ് സ്റ്റേറ്റ്. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ റാമിൻ്റെ അല്ലെങ്കിൽ റാമിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് എന്നുള്ളതാണ് ഡേറ്റാബേസ് സ്റ്റേറ്റ്. ഇതിന് എന്താണ്, റോസും കോളംസും ആയിട്ട് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഡേറ്റാബേസിലെ ഡേറ്റ എങ്ങനെയാണോ അതിനെയാണ് ഡേറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അതേ ഉള്ളൂ സ്കീമ, ഇൻസ്റ്റൻറ്റ് ആൻഡ് സ്കീമ, ഇൻസ്റ്റൻറ്റ് ആൻഡ് ഡേറ്റാബേസ് സ്റ്റേറ്റുകൾ. ക്ലിയർ ആയല്ലോ?